Very good morning to all. Today we will discuss about market anomalies. So a market anomaly refers to the difference in a stock's performance from its assumed price trajectory as set out by efficient market hypothesis. So efficient market hypothesis assumes that share prices reflect all the information available at any given time. In theory, this should make it possible to purchase overvalued stock or sell a stock above its value because it would always trade at a fair market price. എന്താണ് മാർക്കറ്റ് അനോമലി? മാർക്കറ്റ് അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ എ സ്റ്റോക്സ് പെർഫോമൻസ്, ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനുള്ള വ്യത്യാസം. ഏതിൽ നിന്നുള്ള വ്യത്യാസമാണ്? ഫ്രം ഇറ്റ്സ് അസ്യൂംഡ് പ്രൈസ് ട്രജക്ടറി, അതിൻ്റെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള പ്രൈസിൽ നിന്നും ഉള്ള അതിൻ്റെ വ്യത്യാസം. ആസ് സെറ്റ് ഔട്ട് ബൈ ദ എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എല്ലാം എഫിഷ്യൻ്റ് ആണ്, എല്ലാം എന്താണ് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള പ്രൈസാണ് ഷെയറിന് എന്ത് ചെയ്യുന്നത് എല്ലാം ഉള്ളത്. അപ്പം അങ്ങനെ സെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രൈസിൽ നിന്നുള്ള എന്താണ് ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസിലുള്ള മാറ്റമാണ്, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസിലുള്ള എന്താണ് മാറ്റത്തെയാണ് നമ്മളെന്ത് പറയുന്നത് മാർക്കറ്റ് അനോമലി എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് അസ്യൂം ചെയ്യുന്ന എന്താണ് ഷെയർ പ്രൈസസ് റിഫ്ലക്റ്റ് ഓൾ ഓഫ് ദ ഇൻഫർമേഷൻ അവൈലബിൾ അറ്റ് എനി ഗിവൺ ടൈം. എന്താണ് ഏത് സമയത്തും എന്താണ് എല്ലാ ഇൻഫർമേഷനെയും എന്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്? ഷെയർ പ്രൈസ് എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ തിയറിറ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് ഷുഡ് മേക്ക് ഇറ്റ് ഇമ്പോസിബിൾ ടു പർച്ചേസ് ഓവർ വാല്യൂഡ് സ്റ്റോക്ക്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? EMHൻ്റെ തിയറി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓവർ വാല്യൂഡ് സ്റ്റോക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ് എല്ലാം ഫെയർ പ്രൈസ് ആണ്. ഓർ സെൽ എ സ്റ്റോക്ക് എബവ് ഇറ്റ്സ് വാല്യൂ, അതിൻ്റെ സ്റ്റോക്കിന് അതായത് ഓവർ വാല്യൂള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിൽക്കാനും പറ്റില്ല. കാരണം എന്താണ് ഇറ്റ് വുഡ് ഓൾവേസ് ട്രേഡ് അറ്റ് ഫെയർ മാർക്കറ്റ് പ്രൈസ്. ഇതെല്ലാം എന്താണ് EMH പ്രകാരം ഷെയറുകളൊക്കെ എന്ത് ചെയ്യുന്നത് ട്രേഡ് ചെയ്യുന്നത് എന്തിന് അനുസരിച്ചിട്ടാണ്? ഫെയർ മാർക്കറ്റ് പ്രൈസിനനുസരിച്ചിട്ടാണ്. ബട്ട് ഇൻ പ്രാക്ടീസ് നമ്മൾ പ്രാക്ടിക്കൽ തലത്തിൽ നോക്കുകയാണെങ്കിൽ എഫിഷ്യൻ്റ് മാർക്കറ്റ്സ് ആർ ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് ആൻഡ് ഈവൻ മോർ ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. എന്താണ് പ്രാക്ടിക്കലി ഈ എഫിഷ്യൻ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. സോ ദ അപ്പിയറൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അനോമാലീസ് പ്രൊവൈഡ്സ് എവിഡൻസ് ദാറ്റ് ദ എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് ഡസൻറ്റ് ഓൾവേസ് ഹോൾഡ് ട്രൂ ആസ് നോട്ട് ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻ ഈസ് പ്രൈസ്ഡ് ഇൻ ദ സ്ട്രെയിറ്റ് അവേ ഓർ അറ്റ് ഓൾ. എന്താണ് അപ്പം ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് അനോമാലീസ് ഉള്ളത് എന്നത് തന്നെ എന്തിൻ്റെ തെളിവാണ്? എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് എപ്പോഴും എന്ത് ചെയ്യില്ല? ഹോൾഡ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് അനോമാലീസ് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്. കാരണം എന്താണ് എല്ലാ ഇൻഫർമേഷൻസും എപ്പോൾ എന്ത് ചെയ്തോളുന്നില്ല? പ്രൈസ് റിഫ്ലക്റ്റ് ചെയ്തോളുന്നില്ല. So in the non-investing world, an anomaly is a strange or unusual occurrence. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാതെയുള്ള തരത്തിൽ നമ്മൾ അനോമലി എന്ന് പറയുമ്പോൾ അൺയൂഷ്വൽ ആയിട്ടുള്ള എന്താണ് സാധാരണമല്ലാത്ത അതിസാധാരണമായിട്ടുള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുക അനോമലി എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നത് അനോമലി എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അനോമാലീസ് റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻസ് when a security or group of securities performs contrary to the notion of efficient market, where security prices are said to reflect all available information at any point of time. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മൾ അനോമലി എന്ന് പറയുമ്പോൾ സമയത്ത് എങ്ങനെയുള്ള സിറ്റുവേഷനാണ് എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ്, അതായത് അതല്ലെങ്കിൽ എന്താണ് എഫിഷ്യൻ്റ് മാർക്കറ്റ്സിൻ്റെ അസംഷൻസിനെതിരായിട്ട്, അതായത് അതിൻ്റെ അസംഷന് അതായത് തിയറി പറയുന്നത് എന്താണ്? പ്രൈസിനെ എല്ലാം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻസിനെ എല്ലാം എന്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നു? പ്രൈസ് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് എന്ത് പറയുന്നത് എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് പറയുന്നത്. അപ്പോൾ അതിന് കോൺട്രറി ആയിട്ട് അല്ലെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ട് എന്ത് പ്രവർത്തിക്കുക? ഫിനാൻഷ്യൽ മാർക്കറ്റ് ആക്ട് ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അനോമലി എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലാണ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് അനോമാലീസ് ഉള്ളത്. ഒന്ന് ഫണ്ടമെൻ്റൽ അനോമാലീസ്, ടെക്നിക്കൽ അനോമാലീസ്, കലണ്ടർ അനോമാലീസ്. ഓക്കെ, മാർക്കറ്റ് അനോമാലീസ് നമുക്ക് പ്രധാനമായിട്ടും 3 തരംതിരിക്കാം: ഫണ്ടമെൻ്റൽ അനോമാലീസ്, ടെക്നിക്കൽ അനോമാലീസ്, കലണ്ടർ അനോമാലീസ്. എന്താണ് ഫണ്ടമെൻ്റൽ അനോമാലീസ്? ഫണ്ടമെൻ്റൽ അനോമാലീസ് ക്രിയേറ്റ് പ്രെഡിക്റ്റബിലിറ്റി ഇൻ സ്റ്റോക്ക് പ്രൈസ് ചേഞ്ചസ് that can be found through fundamental analysis of the publicly available information. ഇപ്പോൾ ഫണ്ടമെൻ്റൽ അനോമാലിറ്റീസ് പറയുന്നത് എന്താണ്? എന്ത് ചെയ്യാൻ സാധിക്കും? സ്റ്റോക്കിൻ്റെ പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തി പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
സ്റ്റോക്കിൻ്റെ പ്രൈസ് ചേഞ്ചസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഫണ്ടമെൻ്റൽ അനോമാലീസ് പറയുന്നത്. അടുത്ത ടെക്നിക്കൽ അനോമാലീസ് നോക്കുക. ടെക്നിക്കൽ അനോമാലീസ് ആർ അനോമാലീസ് ഡിസ്കവേർഡ് ബേസ്ഡ് ഓൺ ദ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. അതായത് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഇൻ്റർപ്രിറ്റേഷനിൽ നിന്നും എന്ത് ചെയ്യുക ഉണ്ടാകുന്ന അനോമാലീസ് ആണ് എന്ത്, ടെക്നിക്കൽ അനോമാലീസ്. ഇൻ വിച്ച് ടെക്നിക്കൽ അനാലിസിസ് ലീൻസ് അഗെയിൻസ്റ്റ് 3 എലമെൻറ്റ്സ് ഇൻക്ലൂഡിങ് എന്താണ്, സെക്യൂരിറ്റി പ്രൈസ്, അതേപോലെ എന്താണ് ദ റിപ്പീറ്റബിലിറ്റി ഓഫ് പ്രൈസ് ട്രെൻഡ്സ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ദ ഫാക്ട് ദാറ്റ് പ്രൈസസ് ടെൻഡ് ടു എൻറോൾ ഇൻ സം ട്രെൻഡ്സ്. എന്താണ്, അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷനാണ് എന്ത് ചെയ്യുന്നത്, ടെക്നിക്കൽ അനാലിസിസ് ഇൻ്റർപ്രിറ്റേഷനിൽ നിന്നാണ് എന്ത് വരുന്നത്, ടെക്നിക്കൽ അനോമാലീസ് വരുന്നത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് പ്രധാനമായിട്ടും മീൻ ചെയ്യുന്നത് എന്താണ്, പ്രധാനമായിട്ടും എലമെൻ്റ് എന്ന് പറയുന്നതാണ് സെക്യൂരിറ്റി പ്രൈസ്, അതേപോലെ അതിൻ്റെ റിപ്പീറ്റബിലിറ്റി ഓഫ് പ്രൈസ് ട്രെൻഡിൻ്റെ എന്താണ്, പ്രൈസ് ട്രെൻഡിൻ്റെ റിപ്പീറ്റബിലിറ്റി, അതേപോലെ തന്നെ എന്താണ് ഫാക്ട് ദാറ്റ് പ്രൈസസ് ടെൻഡ് ടു എൻറോൾ എന്താണ് സം ട്രെൻഡ്, എന്താണ് ആ പ്രൈസ് എന്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള എന്താണ് സാധ്യത. അടുത്താണ് എന്ത്, കലണ്ടർ അനോമാലീസ്. എന്താ കലണ്ടർ അനോമാലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കലണ്ടർ ഇഫക്റ്റ് ഓർ ഈസ് എനി മാർക്കറ്റ് അനോമാലി ഡിഫറെൻറ്റ് ബിഹേവിയർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഓർ എക്കണോമിക് ഇഫക്റ്റ് വിച്ച് അപ്പിയേഴ്സ് ടു ബി റിലേറ്റഡ് ടു ദ കലണ്ടർ such as the day of the week, times of the month, time of the year, time within the US presidential cycle, decade within the century, etc. like that. ഒരു കലണ്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കലണ്ടർ അനോമാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി മാർക്കറ്റ് അനോമാലി, ഏതൊരു മാർക്കറ്റ് അനോമാലിയും, അതായത് ഡിഫറെൻറ്റ് ബിഹേവിയർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ, അതല്ലെങ്കിൽ എക്കണോമിക് ഇഫക്റ്റ് വിച്ച് അപ്പിയേഴ്സ് ടു ബി റിലേറ്റഡ് ടു ദ കലണ്ടർ. ഇങ്ങനെയുള്ള ഈ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡിഫറെൻറ്റ് ബിഹേവിയർ, എക്കണോമിക് ഇഫക്റ്റ് വിച്ച് അപ്പിയേഴ്സ് ടു ബി റിലേറ്റഡ്, ഇതൊക്കെ ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുക, കലണ്ടറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു അനോമാലീസ് ഉണ്ടാകുമ്പോൾ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കലണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കലണ്ടർ അനോമാലി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഏതെങ്കിലും ആഴ്ചയിൽ തിങ്കളാഴ്ച മൺഡേ ഇഫക്റ്റ് ഉണ്ട് അല്ലേ. അപ്പം മൺഡേയിൽ സംഭവിക്കുന്ന ഇഫക്റ്റ്, അല്ലെങ്കിൽ ടൈം ഓഫ് ദ മന്ത് മാസത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മാസം എന്ത് ചെയ്യുന്നുണ്ടാകുന്ന ഇഫക്റ്റ്. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കലണ്ടർ അനോമാലീസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം ചില പ്രധാനപ്പെട്ട കലണ്ടർ അനോമാലീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലൊന്നാണ് മൺഡേ ഇഫക്റ്റ്. So the Monday effect is also known as the weekend effect. Weekend effect എന്നും അറിയപ്പെടുന്നുണ്ട്. It is a tendency of stock price to close lower on Mondays than of the previous day. അതായത് പ്രീവിയസ് ഡേയിൽ ക്ലോസ് ചെയ്ത പ്രൈസിനേക്കാട്ടിലും കുറവായിരിക്കും എന്ത് സമയത്ത്, മൺഡേ എന്ത് ചെയ്യുന്ന സമയത്ത്, ക്ലോസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ മെനി സപ്പോർട്ടേഴ്സ് ഓഫ് ബിഹേവിയറൽ ഫിനാൻസ് സ്പെക്കുലേറ്റ് ദാറ്റ് മൺഡേ ഇഫക്റ്റ് ഈസ് കോസ്ഡ് ബൈ നെഗറ്റിവിറ്റി സറൗണ്ടിങ് എ ന്യൂ വർക്കിംഗ് വീക്ക്. എന്താണ്, പല ആളുകളും ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളും പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവർ സ്പെക്കുലേറ്റ് ചെയ്യുന്നത്, മൺഡേ എഫക്റ്റ് എന്തുകൊണ്ടാണ് ബൈ നെഗറ്റിവിറ്റി സറൗണ്ടിങ്സ്, എന്താണ് ഒരു വർക്കിംഗ് വീക്കെൻഡ് നെഗറ്റിവിറ്റി സറൗണ്ടിങ്ങിനെ കൊണ്ടൊക്കെയാണ് എന്ത് മൺഡേ എഫക്റ്റ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. സോ ബട്ട് അതേഴ്സ് ബിലീവ് ദാറ്റ് എ മോർ ലൈക്ലി എക്സ്പ്ലനേഷൻ ഓഫ് ദ വീക്കെൻഡ് എഫക്റ്റ് ഈസ് ദാറ്റ് കമ്പനീസ് ഓഫൺ റിലീസ് ബാഡ് ന്യൂസ് ഓൺ ഫ്രൈഡേ ഈവനിങ്സ് ആഫ്റ്റർ ദ മാർക്കറ്റ് ഹാസ് ക്ലോസ്ഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് എന്തെങ്കിലും ബാഡ് ന്യൂസൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, കമ്പനി ഔട്ട് ചെയ്യണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിങ്കളാഴ്ച ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ആ ന്യൂസ് എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അത് ഇതിൽ പ്രൈസിൽ എന്തുണ്ടാവും, മാറ്റുണ്ടാവും. അപ്പം എന്താണ്, കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്ത പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മൺഡേ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. സോ ദിസ് വുഡ് സപ്പോർട്ടഡ് ബൈ ദ ടെൻഡൻസി ഓഫ് ഇൻവെസ്റ്റേഴ്സ് ടു സെൽ ഓഫ് ദിയർ സ്റ്റോക്സ് ഓൺ ഫ്രൈഡേ ആഫ്റ്റർനൂൺ ടു അവോയ്ഡ് എന്താണ് സ്ലിപ്പേജ് ഓവർ ദി വീക്കെൻഡ്. എന്താണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും എന്ത് ചെയ്യും, ഫ്രൈഡേ ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യും, അവരുടെ സെക്യൂരിറ്റി എന്ത് ചെയ്യും, സെല്ല് ചെയ്യും. ഓക്കെ, എന്താണ് ഫ്രൈഡേ ക്ലോസ് എന്താണ് കൂടുതലാണ്, മൺഡേ ക്ലോസ് എന്താണ് ഇതിനെ അപേക്ഷിച്ചിട്ട് എന്താണ് കുറവാണ്. അപ്പോൾ തലേ ദിവസം ഫ്രൈഡേ ക്ലോസ് ചെയ്യുന്ന ക്ലോസിംഗ് പ്രൈസിനേക്കാളും കുറവായിരിക്കും മൺഡേ ക്ലോസ് ചെയ്യുന്ന ക്ലോസിംഗ് പ്രൈസ്. അടുത്താണ് എന്ത്, ടേൺ ഓഫ് ദ മന്ത്. ടേൺ ഓഫ് ദ മന്ത് റെഫേഴ്സ് ടു ദ പാറ്റേൺ ഓഫ് എ സ്റ്റോക്സ് വാല്യൂ റൈസിംഗ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് ട്രേഡിംഗ് മന്ത് വിത്ത് ദ പ്രൈസ് മൊമെൻറ്റം കണ്ടിന്യൂയിങ് ഫോർ ദ ഫസ്റ്റ് 3 days ഓഫ് ദി എന്താണ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ നോക്കുക,
ടേൺ ഓഫ് ദ മന്ത് റെഫേഴ്സ് ടു ദ പാറ്റേൺ ഓഫ് എ സ്റ്റോക്സ് വാല്യൂ. ഒരു സ്റ്റോക്ക് വാല്യൂവിൻ്റെ പാറ്റേൺ ആണ് റൈസിങ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് ട്രേഡിംഗ് മന്ത്. എന്താണ് അതായത് ഒരു മാസത്തിൻ്റെ അവസാനം എന്ത് ചെയ്യും റൈസ് ചെയ്യും. ആൻഡ് വിത്ത് ദ പ്രൈസ് മൊമെൻറ്റം കണ്ടിന്യൂയിങ് ഫോർ ദ ഫസ്റ്റ് 3 days ഓഫ് ദി നെക്സ്റ്റ് മന്ത്. അപ്പം അടുത്ത മാസത്തിൻ്റെ ഒരു 3 ദിവസം എന്ത് ചെയ്യും, ഈ ഒരു ട്രെൻഡ് എന്തുണ്ടാവും, ഫോളോ ചെയ്യും. ആൻഡ് ദർ ഇസ് എ ലിറ്റിൽ എഗ്രിമെൻറ്റ് അബൌട്ട് വെദർ ദിസ് ഈസ് ജസ്റ്റ് എ കോയിൻസിഡൻസ് ഓർ റാൻഡം ബിഹേവിയർ or the result of positive business news being more likely to be announced at the end of the month. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ഒന്നുമില്ല. വളരെ കുറഞ്ഞൊരു ധാരണയേ ഉള്ളൂ. അതായത് ചിലപ്പോൾ മാസത്തിൻ്റെ അവസാനം ഒന്നുകിൽ ഇതൊരു റാൻഡം ബിഹേവിയർ ആവാം, അല്ലെങ്കിൽ മാസത്തിൻ്റെ അവസാനം എന്തെങ്കിലും പോസിറ്റീവ് ബിസിനസ് ന്യൂസ് ഉള്ളതുകൊണ്ട് അതെന്ത് ചെയ്യുന്നതാവാം, ഹൈക്കാവുന്നതാവാം. അപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ജനുവരി 31 അല്ലേ, ജനുവരി 31 റൈസ് ചെയ്താൽ പിന്നെ ഫെബ്രുവരി 1, 2, 3, 4 ദിവസമൊക്കെ എന്തുണ്ടാവും, അല്ലെങ്കിൽ ഒരു 3 ദിവസം എന്ത് ചെയ്യും, ഈ ഹൈക്ക് എന്ത് ചെയ്യും, നിലനിൽക്കും. അപ്പോൾ അതിനെയാണ് നമ്മളെന്ത് പറയണത്, ടേൺ ഓഫ് ദി മന്ത് എന്ന് പറയുന്നത്. അതായത് മാസം അവസാനം എന്ത് ചെയ്യുന്നു, ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ആ വാല്യൂ റൈസിങ് പാറ്റേൺ ആണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അത് നെക്സ്റ്റ് മന്തിൻ്റെ ഒരു 3 ദിവസം ഒക്കെ എന്ത് ചെയ്യും, അത് നിലനിൽക്കും. അതിനാണ് നമ്മളെന്ത് പറയണത്, ടേൺ ഓഫ് ദി മന്ത് എന്ന് പറയണത്. അടുത്താണ് ജാനുവരി ഇഫക്റ്റ്. So the January effect describes the pattern of increased trading volume and subsequently higher share prices in the last week of December and the first few weeks of January. ഇപ്പോൾ ജാനുവരി ഇഫക്റ്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ട്രേഡിംഗ് വോളിയം, പാറ്റേൺ ഓഫ് എന്താണ്, ഇൻക്രീസ്ഡ് ട്രേഡിംഗ് വോളിയം എന്ത് ചെയ്യുന്നു, ട്രേഡിംഗ് വോളിയം കൂടുന്നു, ഹയർ ഷെയർ പ്രൈസ്, അതായത് ഷെയറിൻ്റെ പ്രൈസ് കൂടുന്നു. ഏത് സമയത്ത്, ഡിസംബറിൻ്റെ അവസാന വാരങ്ങളിലും ജനുവരിയുടെ ആദ്യ വാരങ്ങളിലും. സോ വൈൽ ഇറ്റ് ഈസ് നോൺ ആസ് ദ ടേൺ ഓഫ് ദ ഇയർ എഫക്റ്റ് എന്നും പറയാറുണ്ട്, ടേൺ ഓഫ് ദ ഇയർ എഫക്റ്റ്, കാരണം ഡിസംബറിലാണ് ഇയർ അവസാനിക്കുന്നത്. ടേൺ ഓഫ് ദ ഇയർ എഫക്റ്റ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ആൻഡ് ദ ടേം എന്താണ്, ജാനുവരി അനോമലി, ജാനുവരി അനോമലി എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് മോർ കോമൺലി യൂസ്ഡ് ടു റെഫർ ടു ദ ടെൻഡൻസി ഓഫ് സ്മോൾ കമ്പനി സ്റ്റോക്സ് ടു ഔട്ട് പെർഫോം ദ മാർക്കറ്റ് ഇൻ ദ ഫസ്റ്റ് 2-3 വീക്സ് ഓഫ് എന്താണ് ജനുവരി. ഇപ്പോൾ സാധാരണയായിട്ട് എന്ത് പറയാറുണ്ട്, ചെറിയ കമ്പനികളുടെ സ്റ്റോക്കുകൾ മാർക്കറ്റിനെ കവച്ചു വെക്കുന്ന രീതിയിൽ എന്ത് ചെയ്യും, നല്ല പെർഫോമൻസ് ഇതിലുണ്ടാവും, ജനുവരിയിലുണ്ടാവും. അപ്പോൾ അതിനെ സൂചിപ്പിക്കുവാനും എന്ത് ഉപയോഗിക്കാറുണ്ട്, ജനുവരി അനോമലി എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. Typically, according to this theory, price drop in the December when investors sell off their assets in order to realize capital gain, and the increase in the January are caused by traders rushing back into the market. അപ്പോൾ ഇത് എൻ്റെ ഒരു വിശദീകരണമായിട്ട് പറയുന്നത്, ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റർ ഡിസംബർ അവസാനമാകുമ്പോഴേക്കും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. പിന്നെ എന്താണ്, വിറ്റ് കഴിഞ്ഞിട്ട് ജനുവരിയിൽ അവർ തിരിച്ച് വീണ്ടും മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് എന്തുണ്ടാവും, ഒരു റഷിംഗ് ബാക്ക് ഉണ്ടാവും, റഷിംഗ് ബാക്ക് ഇൻടു എന്താണ് മാർക്കറ്റ്. അതിനെക്കൊണ്ട് എന്ത് ചെയ്യും, ആ സമയത്ത് എന്ത് ചെയ്യും, പ്രൈസ് കൂടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അടുത്തതാണ് എന്ത്, ഹോളിഡേ എഫക്റ്റ്. ദ ഹോളിഡേ എഫക്റ്റ് ഓർ പ്രീ ഹോളിഡേ എഫക്റ്റ് ഈസ് എ കലണ്ടർ അനോമലി ദാറ്റ് ഡിസ്ക്രൈബ് ദ ടെൻഡൻസി ഫോർ ദ സ്റ്റോക്ക് മാർക്കറ്റ് ടു ഗെയിൻ ഓൺ ദ ഫൈനൽ ട്രേഡിംഗ് ഡേ ബിഫോർ എ പബ്ലിക് ഹോളിഡേ. അതായത് ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രീ ഹോളിഡേ എഫക്റ്റ്, അതായത് ഹോളിഡേന് തൊട്ട് മുമ്പുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പബ്ലിക് ഹോളിഡേയുടെ മുമ്പായിട്ട് എന്ത് ചെയ്യുക, ഒരു മാർക്കറ്റ് ഗെയിൻ ഉണ്ടാക്കും ഓൺ ദ ഫൈനൽ ട്രേഡിംഗ് ഡേ ബിഫോർ എ പബ്ലിക് ഹോളിഡേ. അതായത് പബ്ലിക് ഹോളിഡേൻ്റെ ഇപ്പോൾ ആഗസ്റ്റ് 15 ഒരു പബ്ലിക് ഹോളിഡേ ആണ് അല്ലേ, അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് 14-ാം തീയതി എന്ത് ചെയ്യുക, ഒരു ഹൈപ്പ് എന്ത് ചെയ്യുക, ഇതിലുണ്ടാക്കുക. സോ ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ് cited explanation for this is that the people are naturally more optimistic around holidays, or which can be translated into positive market movement. എന്താണ് ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത്, ഈ ഹോളിഡേ ഉള്ള അവസരങ്ങളിലൊക്കെ ആളുകൾക്ക് ഭയങ്കര ശുഭാപ്തി വിശ്വാസം ഉണ്ടാവും. അപ്പോൾ അതൊരു പോസിറ്റീവ് വൈബായിട്ട് കണക്കാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അത് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് മാർക്കറ്റ് മൂവ്മെൻ്റ് ആയിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അടുത്തതാണ് മൊമെൻറ്റം എഫക്റ്റ്, കലണ്ടർ എഫക്റ്റ് അല്ല, അടുത്തെന്താണ് മൊമെൻറ്റം എഫക്റ്റ്. So the momentum effect is based on historical technical analysis that suggests that recent stock market winners are more likely to continue to outperform the losers, or the stock with a strong upward trajectory and likely to continue to rise in the short to medium term.
അതായത് ഈ വിന്നറായിട്ട് നിൽക്കുന്ന, അതായത് മൊമെൻറ്റം എഫക്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഹിസ്റ്റോറിക്കൽ ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് പാസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അനാലിസിസ് വരുന്നത്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് വിന്നേഴ്സ്, അതായത് നല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, ഹൈലി പ്രൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള ഷെയറുകൾ എന്ത് ചെയ്യും, ദേ ആർ മോർ ലൈക്ലി ടു കണ്ടിന്യൂ ടു ഔട്ട് പെർഫോം ദ ലോസേഴ്സ്. അവർ ഈ ലോസേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു, ഔട്ട് പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. അതല്ലെങ്കിൽ സ്റ്റോക്ക് വിത്ത് എ സ്ട്രോങ് അപ്വേർഡ് ട്രജക്ടറി, അതായത് ഒരു അപ്വേർഡ് റൈസിങ് കാണിക്കുന്ന സ്റ്റോക്കുകൾ എന്ത് ചെയ്യും, ലൈക്ലി ടു കണ്ടിന്യൂ ടു റൈസ് ഇൻ ദ ഷോർട്ട് ടേം എന്നാണ് മീഡിയം ടേം, അതായത് ഷോർട്ട് ടേം ആയിട്ട് മീഡിയം ടേം വരെ അവരെന്ത് ചെയ്യും, ആ ഒരു അപ്വേർഡ് ആയിട്ടുള്ള അവരുടെ മൂവ്മെൻറ്റ് അവർ കണ്ടിന്യൂ ചെയ്യും. And the momentum anomaly suggests that the traders can take advantages of these price movement by going long on winners and ഷോർട്ടിങ് ദി എന്താണ് ലൂസേഴ്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ഒരു അനോമലി ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്ററിന് എന്ത് ചെയ്യാം, ഇൻവെസ്റ്ററിന് എന്ത് ചെയ്യാം, അഡ്വാൻറ്റേജസ് എടുക്കാം. കാരണം എന്താണ്, പ്രൈസ് മൂവ്മെൻറ്റ് എന്താണ്, വിന്നേഴ്സിന് എന്ത് ചെയ്യാം, ലോങ് ഓൺ വിന്നേഴ്സും ചെയ്യാം, അതേപോലെ ലോസേഴ്സിനെ എന്ത് ചെയ്യാം, ഷോർട്ടിങ് ചെയ്തുകൊണ്ടും അവർക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ആൻഡ് വൺ ഓഫ് ദ പോപ്പുലർ എക്സ്പ്ലനേഷൻ ഫോർ ദ മൊമെൻറ്റം എഫക്റ്റ് ഈസ് ദാറ്റ് മാർക്കറ്റ് ഡു നോട്ട് ഇമ്മീഡിയറ്റ്ലി പ്രൈസ് ഇൻ ന്യൂ ഇൻഫർമേഷൻ ബട്ട് ഡു എന്താണ്, സോ മോർ ഗ്രാജുവലി. കാരണം എന്താണ്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പറയുന്നത്, പുതിയൊരു ഇൻഫർമേഷൻസ് വരുമ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൈസിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൈസിൽ അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. പക്ഷെ അത് എന്ത് ചെയ്യുക, ഗ്രാജുവലി അതെന്ത് ചെയ്യും, പ്രൈസിൽ എന്ത് ചെയ്യും, ആഡ് അപ്പാവാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയം എന്തുണ്ടാവും, ആ സമയം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്താണ് സൈസ് എഫക്റ്റ് ഓർ എന്താണ്, സ്മോൾ ഫേം എഫക്റ്റ്. സൈസ് എഫക്റ്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്മോൾ ഫേം എഫക്റ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് അനോമലിയാണ്. So the small firm effect is a theory that holds that smaller firms or those companies with a small market capitalization outperform larger companies. അതായത് സ്മോൾ ഫേം എഫക്റ്റ് അല്ലെങ്കിൽ സൈസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെറിയ ഫേമുകൾ അല്ലെങ്കിൽ എന്താണ്, ചെറിയ ഫേംസിൻ്റെ ഷെയർസ് ഈ വലിയ ഫേംസിന് അല്ലെങ്കിൽ ലാർജ് ഫേംസിനെ എന്ത് ചെയ്യും, ഔട്ട് പെർഫോം ചെയ്യും. അല്ലെങ്കിൽ എന്താണ്, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോൾ ഫേം എഫക്റ്റ് ഈസ് എ തിയറി ദാറ്റ് ഹോൾഡ്സ് ദാറ്റ് സ്മോളർ ഫേംസ് ഓർ ദോസ് കമ്പനീസ് വിത്ത് എ സ്മോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഔട്ട് പെർഫോം ദ ലാർജർ കമ്പനീസ്. ഈ ലാർജർ കമ്പനിയെ അല്ലെങ്കിൽ സ്മോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനീസ് ലാർജർ കമ്പനിയെ എന്ത് ചെയ്യുന്നു, ഔട്ട് പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ലാർജർ കമ്പനിയുടെ പെർഫോമൻസിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. And the small firm effect theory holds that smaller companies have a greater amount of growth opportunities than larger companies. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്മോൾ ഫേമിന്, ചെറിയ ഫേമിന് കൂടുതൽ എന്തുണ്ട്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത് ഏതിനാണ്, ലാർജർ ഫേമിനെക്കാട്ടിലും സ്മോളർ ഫേമിനാണ് എന്നാണ് പറയുന്നത്, ഇതിൻ്റെ എഫക്റ്റായിട്ട് പറയുന്നത്. ഓക്കെ, സോ സ്മോൾ capitalization companies also tend to have a more volatile business environment. ഈ ചെറിയ ക്യാപിറ്റലൈസേഷനുള്ള കമ്പനീസിന് എന്ത് ചെയ്യും, അവരുടെ വൊളാറ്റിലിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് എൻവയോൺമെൻറ്റിൽ എന്ത് ചെയ്യാൻ, മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. ആൻഡ് ദ കറക്ഷൻ ഓഫ് പ്രോബ്ലംസ് സജസ് എന്താണ്, കറക്ഷൻ ഓഫ് ഫണ്ടിങ് ഡെഫിഷ്യൻസി ക്യാൻ ലീഡ് ടു ലാർജ് പ്രൈസ് അപ്രീസിയേഷൻ. എന്താണ്, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ അത് അവരെ എന്തിലേക്ക് നയിക്കും, ലാർജ് അപ്രീസിയേഷനിലേക്ക് എന്ത് ചെയ്യും, നയിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈസ് എഫക്റ്റ് ഓർ എന്താണ്, സ്മോൾ ഫേം എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്, മാർക്കറ്റ് അനോമാലിസ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കാം.